കാണുന്നത് ഒരു ലേലം വിളിയാണ്. ആ ലേലം വിളിയിൽ ഒരുപാട് പേര് പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ ലേലത്തിന്റെ തുക കൂടി പോകുന്നതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് ആളുകൾ ക്വിറ്റ് ചെയ്യുന്നു. അങ്ങനെ അവസാനം രണ്ടുപേര് തമ്മിലാണ് മത്സരിച്ച് ഇപ്പോൾ ലേലം വിളി നടക്കുന്നത്. ഒന്ന് നമ്മുടെ നായകനായ ല്യൂവും രണ്ടാമത്തേത് ല്യൂവിന്റെ തന്നെ ബിസിനസ് പാർട്ട്ണറായ റോളൻ എന്ന പെണ്ണും തമ്മിലാണ്. ആ ലേലം വിളിയിൽ റോളൻ വെക്കുന്ന എമൗണ്ടിനേക്കാളും ഒരുപാട് വലിയ എമൗണ്ട് വെച്ച് അവസാനം ആ പ്രോപ്പർട്ടി വിൻ ചെയ്യുന്നത് ല്യൂ ആണ്. അങ്ങനെ ഈ ലേലം വിളി എല്ലാം കഴിഞ്ഞതിന് ശേഷം ലേലത്തിൽ പങ്കെടുത്ത എല്ലാവർക്കുമായി ലൂ അവന്റെ വീട്ടിൽ വെച്ച് ഒരു പാർട്ടി നടത്തുന്നു. ആ പാർട്ടിയിൽ പങ്കെടുക്കാനായി റൗളനും അവളുടെ അച്ഛനും കൂടാതെ മറ്റു ചിലരും വന്നിട്ടുണ്ട്. ആ സമയത്ത് ഒരാൾ ലൂവോട് പറയാണ്, നിങ്ങൾ ആ സ്ഥലം വാങ്ങിയത് സത്യത്തിൽ അങ്ങ് നഷ്ടമായി പോയി. ഇപ്പോൾ ലേലത്തിൽ വാങ്ങിയ ആ സ്ഥലത്ത് ഡോൾഫിൻസ് ഒരുപാട് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ എന്തെങ്കിലും ഫാക്ടറിയോ മറ്റു കാര്യങ്ങളോ പണിതുയർത്താനായി ഗവൺമെന്റിന്റെ പക്കൽ നിന്ന് പെർമിഷൻ ഒന്നും കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും കാശ് കൊടുത്ത് ആ സ്ഥലം സ്വന്തമാക്കിയത് വെറും മണ്ണത്തരമായി പോയി എന്നെല്ലാം പറയുന്നു. അത് കേൾക്കുന്ന ലൂ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞ ഡോൾഫിന്റെ കാര്യമെല്ലാം ഒരു വർഷത്തിന് മുൻപുള്ളതാണ്. ഇപ്പോൾ അവിടെ അങ്ങനെ ഡോൾഫിൻ മീനുകളൊന്നുമില്ല. കൂടാതെ അവിടെ കമ്പനിയോ അമ്യൂസ്മെന്റ് പാർക്കോ അങ്ങനെ എന്ത് വേണേലും പണിയാനുള്ള പെർമിഷനും എനിക്ക് ഗവൺമെന്റ് തന്നിട്ടുണ്ട്. ഇതാണ് ആ ഡോക്യുമെന്റ് എന്നും പറഞ്ഞ് അവരെ ഒരു ഡോക്യുമെന്റ് കാണിക്കുന്നു. ഇത്രയും നേരം ലൂ കാണിച്ച മണ്ടത്തരമാണെന്നും പറഞ്ഞ് അവനെ കളിയാക്കിയിരുന്ന ആളുകളുടെ മുഖമെല്ലാം ആ ഡോക്യുമെന്റ് കാണുമ്പോൾ അങ്ങ് വാടിപ്പോകുന്നു. കാരണം ലൂ എത്ര രൂപ മുടക്കിയാണോ ആ സ്ഥലം സ്വന്തമാക്കിയത് അതിനേക്കാളും 10 ഇരട്ടിയോളം ആ സ്ഥലം ബുദ്ധിപരമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ലൂവിന് നേടാൻ പറ്റുമെന്ന് ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് ലൂവിന്റെ ആ പാർട്ടിക്കിടയിൽ ലൂ കുറെ ലേഡീസുമായി ഇങ്ങനെ ഇരിക്കുന്ന സമയം അങ്ങോട്ടേക്ക് റോളൻ വരുന്നു. റോളൻ അവളുടെ കയ്യിലുള്ള വാച്ച് ഊരി അവിടുത്തെ സ്വിമ്മിംഗ് പൂളിലേക്ക് എറിഞ്ഞിട്ട് ആ വാച്ച് 8 മില്യൺ വിലയുള്ളതാണ്, ആരാണോ അത് ആദ്യം പോയി എടുക്കുന്നത് അവർക്ക് അത് സ്വന്തമാക്കാമെന്ന് പറയുന്നു. അത് കേൾക്കേണ്ട താമസം ലൂവിന്റെ അടുത്തുണ്ടായിരുന്ന പെൺപിള്ളേരെല്ലാം സ്വിമ്മിംഗ് പൂളിലേക്ക് ഒറ്റച്ചാട്ടം. റോളൻ പറയുവാണ്, ദേ കണ്ടില്ലേ, നിന്റെ കൂടെ നടക്കുന്ന ഈ പെൺപിള്ളേർക്കൊക്കെ നിന്റെ കാശ് മതി, അല്ലാതെ നിന്നോടൊന്നും അവർക്ക് യാതൊരു സ്നേഹവുമില്ല. നീ ഇനിയെങ്കിലും കാര്യങ്ങളെയൊക്കെ മനസ്സിലാക്കി പെരുമാറണമെന്നൊക്കെ പറയുന്നു. ഈ പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് നമ്മുടെ നായികയായ ഷാൻ എത്തുന്നു. ഷാൻ വന്ന ഉടനെ തന്നെ ലൂവോട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അവന്റെ ബോഡി ഗാർഡ്സ് ഒക്കെ അവളെ ബലമായി പിടിച്ച് വെളിയിൽ തള്ളാനായി നോക്കുന്നു. അത് കണ്ട ലൂ അവന്റെ ബോഡി ഗാർഡ്സിനെ തടഞ്ഞ് അവളോട് റഫായി പെരുമാറണ്ട, പറഞ്ഞു വിട്ടാൽ മതി എന്ന് പറയുന്നു. ആ സമയത്ത് ഷാൻ അവളുടെ ഫോൺ നമ്പർ ഒരു പേപ്പറിൽ എഴുതി ലൂവിന് കൊടുക്കുകയാണ്. അങ്ങനെ അവിടെ നിന്നിറങ്ങി ഷാൻ നേരെ ചെല്ലുന്നത് അവളുടെ വീട്ടിലേക്കാണ്. പക്ഷെ അവള് നടക്കാതെ സ്കേറ്റിംഗ് ബോർഡ് ഉപയോഗിച്ച് സ്കേറ്റ് ചെയ്താണ് ചെല്ലുന്നത്. അവളുടെ വീടുള്ളത് ഒരു പ്രത്യേക സ്ഥലത്താണ്. സത്യം പറഞ്ഞാൽ ഒരു പൊട്ടിപ്പൊളിഞ്ഞ കപ്പലിലാണ് ഇവള് താമസിക്കുന്നത്. ഇവൾ അവിടെ ചെന്ന് കഴിഞ്ഞ് ബാത്ത് ടബില് വയ്യാതെ കിടക്കുന്ന ഒരു പയ്യന് മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട്. ആ സമയത്താണ് നമ്മൾ കാണുന്നത് അത് സാധാരണ ഒരു പയ്യനല്ല, അവൻ മെർമെയ്ഡ് ഇനത്തിൽപ്പെട്ട ഒരാളാണ്. നമ്മളുടെ നായികയായ ഷാനും ഒരു മനുഷ്യ പെൺകുട്ടി ഒന്നുമല്ല, അവൾ യഥാർത്ഥത്തിൽ ഒരു മെർമെയ്ഡാണ്. അവള് തിരിച്ചു വന്നു കഴിയുമ്പോൾ അവിടെ അവളുടെ കൂടെ താമസിക്കുന്ന ബാക്കി ആൾക്കാര് നീ പോയ കാര്യം എന്തായെന്ന് അവളോട് ചോദിക്കുന്നു. ആ സമയത്ത് ഷാൻ, ലൂവിന് ഞാൻ എന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അധികം താമസിക്കാതെ തന്നെ കോൾ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ലൂവും റോളനും ഒക്കെ ഇരിക്കുന്ന ഒരു മീറ്റിംഗ് ആണ്. ലൂ ഇപ്പോൾ വാങ്ങിയിരിക്കുന്ന ഗ്രീൻഫീൽഡ് എന്ന ആ ഐലൻഡില് എങ്ങനെയാണ് ഉള്ള ഡോൾഫിൻസിനെ എല്ലാം ഓടിച്ച് അവിടെ ഇപ്പോൾ ക്ലീൻ ആക്കിയെടുത്തത് എന്ന കാര്യത്തെ പറ്റി ഒരു ഡെമോ കാണിച്ചു കൊടുക്കുകയാണ്. ഇവരൊരു സോളാർ മെഷീൻ വെള്ളത്തിനടിയിലേക്ക് ഇടും. അതിൽ നിന്ന് വരുന്ന വേവ്സും മറ്റു കാര്യങ്ങളും ഈ മീനുകൾക്ക് വളരെ ഡിസ്റ്റർബിംഗ് ആണ്. അങ്ങനെ ആ ഡിസ്റ്റർബൻസ് മൂലം ഈ മീനുകൾ വെടിച്ച് പീസായി ഇല്ലാതാവും. അങ്ങനെയാണ് ഡോൾഫിൻസിനെ എല്ലാം കൊന്നൊടുക്കിയത്. ആ കാര്യം ഒരു ഗോൾഡ് ഫിഷിനെ വെച്ച് ഡെമോ ആയി ഇവിടെ കാണിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഷാനെയാണ്. ഷാൻ ഒരു മത്സ്യകന്യക ആയതുകൊണ്ട് തന്നെ അവൾക്ക് കാലൊന്നുമില്ല. അവളുടെ ശരീരത്തിന്റെ അറ്റത്തുള്ള ആ വാലിന്റെ അറ്റം രണ്ടായി കീറി ഷൂ ഇട്ടാണ് ഇവള് വെളിയിൽ പോകുമ്പോൾ ആളുകൾക്ക് ഡൗട്ട് തോന്നാതെ മാനേജ് ചെയ്യുന്നത്. ഷാൻ താമസിക്കുന്ന ഈ സ്ഥലത്ത് ഏറ്റവും പ്രായമുള്ള ഒരു മെർമെയ്ഡ് മുത്തശ്ശിയുണ്ട്. ആ മുത്തശ്ശി മനുഷ്യരെ പറ്റി ഇവരോടൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. മനുഷ്യന്റെ ക്രൂരത കാരണം ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് കടൽ ജീവികളാണ്. ഷാനിന്റെ ഒക്കെ ഗ്യാങ്ങില് ഒക്ടോപ്പസ് പോലെ ഇരിക്കുന്ന ഒരാളുമുണ്ട്. അയാള് ഷാനിനും കൂട്ടർക്കും ട്രെയിനിങ് കൊടുക്കുകയാണ്. ഒരാളെ കൊല്ലാനായിട്ടുള്ള ട്രെയിനിങ് ആണത്. ആരെ കൊല്ലാനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൂവെ കൊല്ലാനായിട്ടുള്ള ട്രെയിനിങ് ആയിരുന്നത്. കാരണം നേരത്തെ നമ്മൾ കണ്ടായിരുന്നല്ലോ ലൂ ഡോൾഫിനെ എങ്ങനെയാ ഓടിച്ചതെന്ന് കാണിക്കുന്ന ഒരു ഡെമോ. ആ ഡെമോയിൽ കാണിക്കുന്ന സോളാർ പാനൽ കാരണം ഇവർക്ക് കടലിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ലൂ ജീവനോടെ ഉള്ള അത്രയും കാലം ഇവർക്ക് സ്വൈര്യമായി കടലിൽ ജീവിക്കാൻ പറ്റില്ല എന്നുറപ്പുള്ളത് കൊണ്ട് തന്നെ അവനെ കൊല്ലാനായിട്ടുള്ള ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. പക്ഷെ അത്ര വലിയൊരു ബിസിനസ്സുകാരനെ കൊല്ലുക എന്നത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമല്ലല്ലോ. അതുകൊണ്ട് ഇവരുടെ കൂട്ടത്തിൽ ഏറ്റവും സുന്ദരിയായ ഷാനിനെ തന്നെ ലൂ എങ്ങനെയും വശീകരിച്ച് അവനെ കൊല്ലണമെന്ന ദൗത്യം ഏൽപ്പിക്കുന്നു. ആ ദൗത്യത്തിന്റെ ആദ്യ ഭാഗമായിട്ടാണ് ലൂവിന്റെ വീട്ടിൽ നടന്ന പാർട്ടിയിൽ ഷാൻ നുഴഞ്ഞു കയറി അവിടെ അവളുടെ നമ്പർ കൊടുത്തിട്ട് വന്നത്. അങ്ങനെ ഇരിക്കെ ഷാനിന് ഒരു ദിവസം ലൂ കാണാൻ വിളിച്ചു എന്ന് പറഞ്ഞ് ഫോൺ കോൾ വരുന്നു. കോള് വന്നെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഇവരെല്ലാം സന്തോഷത്തിൽ തുള്ളിച്ചു
ചാടുകയാണ്. കാരണം ഇത് തന്നെയാണ് അവനെ കൊല്ലാൻ പറ്റിയ ചാൻസ് എന്ന് ഇവർ കരുതുന്നു. അങ്ങനെ ലൂ ഇങ്ങോട്ടേക്ക് വരുമെന്ന് ഷാൻ കരുതിയിരിക്കുമ്പോൾ അവളെ ലൂ ഉള്ള സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായി ലൂവിന്റെ ബോഡി ഗാർഡ്സ് വരുന്നു. അങ്ങനെ ഷാൻ അവരുടെ കൂടെ പോകുന്ന സമയം ഈ ഒക്ടോപ്പസ് ഷാനിന്റെ കയ്യിൽ വിഷമൊക്കെ പുരട്ടിയ അമ്പും ബോൾസും ഒക്കെ ഉള്ള ഒരു ബാഗ് കൊടുക്കുന്നു. ആ കാര്യങ്ങൾ ഉപയോഗിച്ച് അവനെ കൊലപ്പെടുത്തണമെന്നും അവളോട് പറയുന്നു. അങ്ങനെ ഷാൻ ലൂവിന്റെ ഓഫീസിലെത്തുകയാണ്. ആക്ച്വലി ലൂ റോളനുമായി അടുക്കാൻ ശ്രമിക്കുമ്പോൾ അവള് ഒഴിഞ്ഞു മാറുന്ന ദേഷ്യത്തിനാണ് പെട്ടെന്ന് അന്ന് നമ്പർ കൊണ്ടുതന്ന ഷാന്റെ കാര്യം ഓർമ്മ വന്ന് ലൂ അവളെ കോണ്ടാക്ട് ചെയ്യുന്നത്. പക്ഷെ പിന്നീട് ചില കാര്യങ്ങളിൽ അവൻ ബിസി ആവുന്നത് കൊണ്ട് തന്നെ ഷാനെ വിളിച്ച കാര്യമെല്ലാം അവനങ്ങ് മറന്നു പോകുന്നു. ഇതേ സമയം ഓഫീസിലെത്തിയ ഷാൻ ലൂവിനെ കൊല്ലാനായി പല വഴികൾ നോക്കുന്നുണ്ട്. ഇതെല്ലാം കൊലപാതക ശ്രമമാണെങ്കിലും കാണുന്ന പ്രേക്ഷകന് വളരെ കോമഡി ആയിട്ടാണ് തോന്നുന്നത്. കാരണം അവൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നല്ല 8 നിലയിൽ പൊട്ടുന്നുണ്ട്. അങ്ങനെ അവസാനം ലൂ ഷാനിനെ കാണുന്നു. നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളല്ലേ എന്നോട് വരാൻ പറഞ്ഞതെന്ന് ഷാൻ ചോദിക്കുന്നു. അപ്പോഴാണ് ലൂവിന് ഇവളെ വിളിച്ച കാര്യം തന്നെ ഓർമ്മ വരുന്നത്. അത് അപ്പോൾ ഞാൻ വിളിച്ചെന്നേ ഉള്ളൂ, നീ ഇപ്പോൾ തിരിച്ചു പോവോ എന്ന് ലൂ പറയുമ്പോൾ ഷാൻ അവൾ പോകത്തില്ല എന്ന് പറയുന്നു. അവളെ തിരിച്ചുവിടാനായി ലൂ അവൾക്ക് ഒരുപാട് കാശ് വാഗ്ദാനം ചെയ്യുമ്പോൾ എനിക്ക് കാശൊന്നുമല്ല വേണ്ടതെന്നെല്ലാം ഷാൻ പറയുന്നു. പിന്നെ നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്റെ കൂടെ ഫുഡ് കഴിക്കാൻ വെളിയിലേക്ക് വരാമോ എന്നാണ് ഷാൻ ചോദിക്കുന്നത്. അവളെ ഒഴിവാക്കാൻ വേണ്ടി വരാമെന്ന് പറഞ്ഞു അവളെയും കൊണ്ട് ലൂ വെളിയിലേക്ക് പോവാണ്. അങ്ങനെ ലൂവിനെയും കൂട്ടി ഷാൻ നേരെ ഒരു സ്ട്രീറ്റ് ഫുഡ് കടയിലേക്ക് ചെന്ന് അവിടുന്ന് അവന് ചിക്കൻ വാങ്ങി കൊടുക്കുന്നു. ആദ്യമൊന്നും വലിയ കോടീശ്വരനായ ലൂ ഇവിടെ ഇരുന്ന് ചിക്കൻ കഴിക്കാനൊന്നും റെഡിയാവുന്നില്ലെങ്കിലും ഷാനിന്റെ നിർബന്ധത്തിന് ആ ചിക്കൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത ശേഷം അവിടെ ഇരുന്ന് ചിക്കൻ തീറ്റി അങ്ങനെ കഴിച്ച് അവസാനമായപ്പോൾ ലൂ ഷാനോട് പറയാണ്, ഇപ്പോ കാണുന്ന ഈ പണവും പത്രാസും ഒക്കെ എനിക്ക് പണ്ടില്ലായിരുന്നു. പണ്ട് ഞാൻ ഒരു നേരത്തെ ആഹാരം പോലും കിട്ടാൻ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അവന്റെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കിടന്ന് കരയാണ്. അതിനുശേഷം ഷാന്റെ കൂടെ ലൂ അവിടെ എല്ലാം കറങ്ങി നടന്ന് ഒരുപാട് നേരം കളിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നു. പിന്നീട് രണ്ടുപേരും അവരവരുടെ വീട്ടിലേക്ക് പോകുന്നു. ഷാൻ തിരിച്ച് അവളുടെ വീട്ടിൽ വന്ന് കഴിയുമ്പോൾ ആ ഒക്ടോപ്പസും അവിടെയുള്ള മറ്റു മെർമെയ്ഡ്സും അവളോട് ലൂയെ കൊന്നോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നത് ഇന്ന് എനിക്ക് കൊല്ലാൻ പറ്റിയില്ല എന്നാണ്. അതേസമയം അവൾക്ക് ഫോൺ കോൾ വരുന്നുണ്ട്. വിളിച്ചിരിക്കുന്നത് ലൂ ആണ്. നാളെ നമുക്ക് മീറ്റ് ചെയ്യാമോ എന്നാണ് അവൻ ചോദിക്കുന്നത്. നാളെയും ലൂ തന്നെ കാണാൻ വിളിച്ചിട്ടുണ്ടെന്ന് ഷാൻ പറയുമ്പോൾ അവിടെയുള്ള ഒക്ടോപ്പസിനും മെർമെയ്ഡ്സിനും സന്തോഷമാകുന്നു. ഇന്നും കൊല്ലാൻ പറ്റിയില്ലെങ്കിൽ സാരമില്ല, നാളെ നീ അവനെ കൊന്നിരിക്കണമെന്ന് അവളോട് പറയുന്നു. അങ്ങനെ അടുത്ത ദിവസമായപ്പോൾ ഷാൻ ലൂവെ കാണാൻ വേണ്ടി അവന്റെ ഓഫീസിൽ ചെല്ലുമ്പോൾ ഒരു മോതിരമൊക്കെ പിടിച്ച് അവൻ ഷാനിനെ പ്രപ്പോസ് ചെയ്യാണ്. ഷാൻ ആ പ്രപ്പോസൽ റിജക്ട് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി അവളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ദേഷ്യവും സങ്കടവും വന്ന ലൂവും അവളെ ഫോളോ ചെയ്ത് അവളുടെ വീട്ടിലേക്ക് എത്തുന്നു. അവിടെ വെച്ചാണ് ലൂ അറിയുന്നത് അവൻ കുറച്ചു മുൻപ് പ്രപ്പോസ് ചെയ്ത ഈ ഷാൻ ഒരു മനുഷ്യ പെൺകുട്ടിയല്ല, അവൾ ഒരു മെർമെയ്ഡ് ആണ്. കൂടാതെ ഈ സ്ഥലത്ത് അവളെ പോലെ ധാരാളം മെർമെയ്ഡ്സ് ഉണ്ടെന്ന്. എന്തായാലും അവന്റെ ശത്രുക്കളുടെ സ്ഥലത്ത് തന്നെ അറിയാതെ അവൻ വന്നു പെട്ടിരിക്കുകയല്ലേ. അവിടെയുള്ള എല്ലാരും കൂടി ഷാനിനെ കെട്ടിയിടുന്നു. ഒക്ടോപ്പസ് ആണെങ്കിൽ ലൂയെ കൊല്ലാനായി റെഡിയായി നിൽക്കുകയാണ്. പക്ഷെ ഇതെല്ലാം കാണുന്ന ഷാനിന് അതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല. അവൾക്ക് എങ്ങനെയും ലൂയെ രക്ഷിക്കണമെന്നുണ്ട്. ഈ സമയത്ത് ഒക്ടോപ്പസ് സോളാർ പാനലിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ലൂവോട് സംസാരിക്കുന്നു. അത് കേൾക്കുന്ന ലൂ അവരോടെല്ലാം പറയാണ്, നിങ്ങൾ എന്നെ കൊന്നെന്നോർത്ത് ആ പ്രോജക്റ്റ് ഇല്ലാതാവില്ല, ഞാനില്ലെങ്കിൽ മറ്റൊരാള് അത് ഏറ്റെടുത്ത് നടത്തുമെന്നല്ല. പക്ഷെ അതൊന്നും കേട്ട് ലൂയെ വെറുതെ വിടാൻ അവരാരും തയ്യാറായിരുന്നില്ല. ഒക്ടോപ്പസ് ലൂയെ കൊല്ലാൻ ഒരുങ്ങുമ്പോൾ ഷാൻ ഇടയിൽ കയറി ഒക്ടോപ്പസിന്റെ ഒരു ടെന്റക്കിൾ കട്ട് ചെയ്ത് കളഞ്ഞ് ലൂയെ അവിടെ നിന്ന് രക്ഷിച്ചു വിടുന്നു. അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയ ലൂ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് മെർമെയ്ഡ്സ് എന്നത് കെട്ടുകഥകളിലുള്ളതല്ല, അത് സത്യത്തിലുള്ളതാണ്, ഞാൻ കണ്ടു എന്നെല്ലാം പറയുന്നു. പക്ഷെ പോലീസുകാര് ലൂ പറയുന്നതൊന്നും വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് നമ്മൾ കാണുന്നത് ലൂ നേരെ അവന്റെ കമ്പനിയിലേക്ക് ചെന്ന് അവിടെയുള്ള സോളാർ പാനലിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് അറിയാനായി അവന്റെ ദേഹത്ത് തന്നെ ആ സോളാർ പാനൽ പ്രവർത്തിപ്പിക്കാൻ ആവശ്യപ്പെടുന്നു. ആ ഡിവൈസ് ഓൺ ആക്കി കഴിയുമ്പോൾ അവൻ അതിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പെട്ടെന്ന് തന്നെ അത് ഓഫ് ചെയ്യാനും ആവശ്യപ്പെടുന്നു. ആ സമയം അവന്റെ ഒരു സ്റ്റാഫ് അവന്റെ അടുത്തേക്ക് വന്നിട്ട് പറയാണ്, സാർ, ഇപ്പോൾ സാറിന്റെ ദേഹത്ത് ഈ സോളാർ പാനലിന്റെ പവറിന്റെ വെറും 10% പ്രയോഗിച്ചുള്ളൂ. അതിന്റെ മുഴുവൻ പവറുമാണ് നമ്മൾ കടലിൽ പ്രയോഗിക്കുന്നത്. അതുപോലെ ശരിക്കും സാറിന്റെ അടുത്ത് എടുത്തിരുന്നെങ്കിൽ സാർ ഇപ്പോൾ പീസായി പോയേനെന്ന്. അപ്പോഴാണ് ലൂയിക്ക് മനസ്സിലാവുന്നത് വെറും 10% തന്നെ സഹിക്കാൻ പറ്റാത്ത അത്ര പാടാണെങ്കിൽ എത്ര ക്രൂരമായ കാര്യമാണ് താൻ കടൽ ജീവികളോട് ഇത്രയും നാള് ചെയ്തോണ്ടിരുന്നത് എന്നത്. അങ്ങനെ മനസ്സലിഞ്ഞ ലൂ ആ സോളാർ പാനൽ ഓഫ് ചെയ്യാനായി ആവശ്യപ്പെടുന്നു. ഈ സമയം ലൂ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് റോളൻ അവനോട് ചോദിക്കുമ്പോൾ അവൻ മത്സ്യകന്യകമാരെ കണ്ടതും കടൽ ജീവികൾക്ക് ഈ സോളാർ പാനൽ മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പറയുന്നു. മത്സ്യകന്യകൾ എന്ന് കേട്ടപ്പോഴേ റോളന്റെ കണ്ണിൽ തിളക്കം. അവറ്റുകളെ കൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ കാശ് സമ്പാദിക്കാമെന്ന് റോളൻ പറയുമ്പോൾ ലൂ അതിനോട് തനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നു. പക്ഷേ റോളൻ അതിന് സമ്മതിക്കാതെ മത്സ്യകന്യകളുള്ള ആ സ്ഥലത്തേക്ക് അവളുടെ ആൾക്കാരെയും കൂട്ടി ചെല്ലുകയാണ്. അങ്ങനെ അവിടെ എത്തിയ റോളനും ആൾക്കാരും മത്സ്യകന്യകമാരെയും അവിടെയുള്ള മറ്റ് ജീവികളെയും കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം റോളനെയും അവളുടെ ആൾക്കാരെയും തടയാനായി ലൂ അങ്ങോട്ടേക്ക് തിരിക്കുന്നുണ്ടെങ്കിലും അവനൊരു ട്രാഫിക് ജാമിന്റെ ഇടയിൽപ്പെട്ട് കുടുങ്ങിപ്പോന്നു. അങ്ങനെ റോളന്റെ ആൾക്കാർ കുറെ മെർമെയ്ഡ്സിനെ കൊന്നു കളഞ്ഞു.
പക്ഷെ രക്ഷപ്പെട്ട ചിലര് സോളാർ പാനൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആഴക്കടലിലേക്ക് നീന്തിപ്പൊക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ നായികയായ ഷാനിന് രക്ഷപ്പെടാൻ സാധിച്ചില്ല. അവളെ റോളന്റെ ആൾക്കാർ പിടിച്ച് കരയിലേക്ക് കൊണ്ടുവരുന്നു. റോളൻ അവളെ കൊല്ലാൻ ഒരുങ്ങുമ്പോൾ കറക്റ്റായി അവിടേക്ക് ലൂ എത്തുകയും അവളെ രക്ഷിച്ച് കടലിലേക്ക് വിടുകയും ചെയ്യുന്നു. മത്സ്യകന്യകമാരെയെല്ലാം റോളൻ കൊല്ലയാണ് എന്ന കാര്യം അവൻ പോലീസിനെ ഇൻഫോം ചെയ്തത് കൊണ്ട് തന്നെ പോലീസ് അവിടേക്ക് എത്തി റോളനെയും അവളുടെ ആളുകളെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ബിസിനസ്സുകാരനായ ലൂ അവന് കാശ് സമ്പാദിക്കണമെന്ന് അത്യാഗ്രഹമൊക്കെ മാറ്റിവെച്ച് അവനുള്ള കാശെല്ലാം കടലിലെ ജീവികളുടെ നന്മയ്ക്കായി അവരുടെ സംരക്ഷണത്തിനായൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം അവന്റെ ഭാര്യയായി അവന്റെ കൂടെ ഉള്ളത് ഷാനാണ്. അവര് കരയിലും വെള്ളത്തിലുമായി മാറി മാറി അവരുടെ ജീവിതം സന്തോഷകരമായി ജീവിക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ ചിത്രം ഇവിടെ അവസാനിക്കുകയാണ്. ഇതൊരു ഫാന്റസി ഫിലിം ആയതുകൊണ്ട് തന്നെ യുക്തിപരമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ കഥയിൽ പറഞ്ഞിരിക്കുന്നതിൽ 80% കാര്യങ്ങളും ഒരിക്കലും നടക്കാൻ ചാൻസ് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും ഫാന്റസി ഫിലിം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, അതുകൊണ്ട് ഇതിനെ ആ ഒരു സെൻസിൽ എടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ടിൽ ദെൻ ബൈ.